പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം വേദയോട് തന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ വാതോരാതെ നിർത്താതെ പറയുന്ന സമയത്ത് വേദ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത്രമാത്രം അച്ഛനും അമ്മയും സ്നേഹത്തിലാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ധാരണയാണല്ലോ. എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് അവരെന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും മാറ്റി നിർത്തുന്നത് എന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് വിക്രം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി തന്നെ വേദയോട് പറയുന്നത്, അതെ, ആ വക കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കാൻ നിൽക്കണ്ട. അതൊന്നും നിന്നെ സംബന്ധിച്ച വിഷയമല്ല. അതൊക്കെ എന്നെയും എൻ്റെ കുടുംബക്കാരെ മാത്രം സംബന്ധിക്കുന്ന വിഷയമാണ് എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ ദേഷ്യപ്പെട്ടത് വേദയെ ഇങ്ങനെ അടിക്കാൻ കഴിയുമെന്നൊക്കെ ഉണ്ട്. വിക്രമിൻ്റെ വാക്കുകളൊക്കെ ഇങ്ങനെ വേദ തടഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വിക്രം വേദയെ നല്ല രീതിയിൽ തന്നെ വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ വിക്രം വേദയെ അവിടെ നിന്നും ആട്ടിപ്പുറത്താക്കാണ്, വേദയോട് അവിടെ നിന്ന് പുറത്തു പോകാനൊക്കെ പറയും. എന്നാൽ ഇതേ സമയത്ത് തന്നെ മാഷും കമലാമ്മയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കട്ടോ അഭിലാഷ് നേരെ മാഷിൻ്റെ മുന്നിലേക്ക് വരുന്നത്. അഭിലാഷിൻ്റെ പ്ലാനുകളൊക്കെ വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി അവരെ അവിടെ പിടിച്ചു നിർത്തണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അഭിലാഷ് വന്നിട്ട് മാഷിനോടും കമലമ്മയോടുമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അഭിലാഷ് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ ഗുണ്ടകളോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്താൽ മതി. ഞാൻ അവരോട് വളരെ നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഗുണ്ടകളോട് വന്നിട്ട് അവരെ ആക്രമിക്കണം എന്നായിരിക്കട്ടോ അഭിലാഷ് ഗുണ്ടകളോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അഭിലാഷ് വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെ മാഷിനോടും കമലമ്മയോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും പുറകിലൂടെ ഗുണ്ടകൾ വന്നിട്ട് പെട്ടെന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുന്നത്. അപ്പോഴേക്കും പെട്ടെന്ന് മാഷ് അത് കാണുന്നുണ്ടെന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ കമലയെ അവിടെ നിന്ന് അങ്ങ് പിടിച്ചു മാറ്റും. മാഷ് പെട്ടെന്ന് തന്നെ കമലമ്മയെ അവിടെ നിന്നങ്ങ് പിടിച്ചു മാറ്റുന്നതോടുകൂടി തന്നെ കമലമ്മ അവിടെ താഴെ വീഴും. എന്നാൽ ആ ഒരു സമയത്തായിരിക്കട്ടെ അഭിലാഷ് ഒരു ഗുണ്ടയായിരുന്നു, തനിക്ക് ആ ഒരു കൊട്ടേഷനുമായിട്ട് അഭിലാഷ് തന്നെയാണ് ഗുണ്ടകളെ ഏർപ്പാടാക്കിയത് എന്ന കാര്യമെല്ലാം തന്നെ മാഷിന് മനസ്സിലാവുന്നത്. പെട്ടെന്ന് തന്നെ അഭിലാഷ് അവിടെ നിന്നങ്ങ് ഓടി രക്ഷപ്പെടും. അങ്ങനെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വീട്ടിൽ വരുന്ന സമയത്തിന് അമ്മയുടെ കാലൊക്കെ ഉളുക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഴ്ചയിലായിരിക്കട്ടെ അങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ അച്ഛനും അമ്മയും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തിന് അമ്മ അങ്ങനെ കാലും ഞൊണ്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് വേദ. എന്നിട്ട് എന്താ അമ്മേ, എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മാഷ് പറഞ്ഞിട്ട് വീട്ടിലൊരു ഗുണ്ട ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. മറ്റുള്ളവരുടെ ജീവന് പോലും ഇപ്പോൾ ഭീഷണിയായി തുടങ്ങിയെന്നൊക്കെ വിക്രത്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ് മാഷ്. എന്നാൽ മാഷിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വിക്രമിന്റെ ശത്രുക്കൾ ഇവരെ കാര്യമായിട്ട് എന്തോ ആക്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം വേദക്ക് മനസ്സിലാവും. എന്നിട്ട് വയ്യാത്ത കമലമ്മയുടെ കാലിലേക്ക് ഇങ്ങനെ കുഴമ്പൊക്കെ ഇട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് വേദ. എന്നാലും എന്തായിരിക്കും അച്ഛനും അമ്മയ്ക്കും നേർക്ക് ഇങ്ങനെ ഒരു ആക്രമണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. എന്നിട്ട് അന്ന് രാത്രി നന്ദിനി ചേച്ചിയും ശ്രീജേട്ടത്തേക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് വിക്രം ഇങ്ങനെ മാറാൻ കാരണം എന്നതിനെ പറ്റിയിട്ടൊക്കെ വേദ ചോദിച്ചറിയുന്നുണ്ട്. വിക്രമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കണം. അതിനുള്ള പരിഹാരം എന്നാലേ കാണാൻ പറ്റുള്ളൂ. ഇനി ഒരിക്കലും വിക്രമിൻ്റെ ശത്രുക്കൾ വീട്ടിലുള്ളവരെ ഇങ്ങനെ ആക്രമിക്കരുത്, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കരുത് എന്ന് വിക്രമിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് വിക്രമിൻ്റെ ഭൂതകാലം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലായിരിക്കട്ടെ വേദ. ശ്രീജേടത്തി, നന്ദിനിയെടുത്തി, എനിക്കൊന്ന് പറഞ്ഞു തരാവോ, എന്തുകൊണ്ടാണ് വിക്രം ഇത്രമാത്രം മാറിയത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വേദ വിക്രത്തിൻ്റെ ഭൂതകാലം ചോദിക്കുന്ന സമയത്തിന് നന്ദിനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിക്രം ഒരു പാവം പയ്യനായിരുന്നു, നല്ല ഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കാൻ മിടുക്കനായിരുന്നു. സ്കൂളിലും കോളേജിലൊക്കെ വിക്രം ഒരു ഹീറോ തന്നെയായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ വിക്രത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്നാണ് അത് സംഭവിച്ചത് എന്നൊക്കെ പറയും. പെട്ടെന്നായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നിങ്ങനെ നന്ദിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ടൊന്നും നന്ദിനി പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് പെട്ടെന്ന് കമലമ്മ വരുന്നത് കൊണ്ടായിരിക്കട്ടെ നന്ദിനി അത് പറയാതിരുന്നത്. അമ്മക്കൊട്ടും ആഗ്രഹമില്ല വിക്രമിൻ്റെ ആ ഒരു ചരിത്രം അത് മറ്റാരും തന്നെ അറിയുന്നതൊന്നും കമലമ്മക്ക് ഇഷ്ടമില്ല. അതുകൊണ്ടായിരിക്കട്ടെ കമലമ്മ വരുന്ന സമയത്തിന് പെട്ടെന്ന് ഇവർ സംസാരം നിർത്തിയത്. എന്നാൽ വേദ എന്തായാലും കടുത്തൊരു തീരുമാനമെടുക്കുകയാണ്. ഇനി ഒരിക്കലും വിക്രമിൻ്റെ ശത്രുക്കളാരും ആരാണെങ്കിലും വീട്ടിലെ ആരും ഉപദ്രവിക്കരുത് എന്നൊരു തീരുമാനമെടുക്കുകയാണ് വേദ. എന്താണെങ്കിലും കമലമ്മക്ക് എതിരായിട്ട് ഇങ്ങനൊരു അക്രമം വന്നത് കൊണ്ട് തന്നെ മാഷ ആകെ പേടിച്ചിരിക്കും. മാഷിന് ഭയങ്കര ജീവനാണല്ലോ കമലമ്മയെ. അതുകൊണ്ട് തന്നെ മാഷ് തീരുമാനിക്കുകയാണ് ഇനി ഒരിക്കലും തൻ്റെ വീട്ടുകാർക്ക് ഇങ്ങനൊരു ചതി വരരുത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റുമായിട്ട് പോകാൻ നിൽക്കായിരിക്കും. വിക്രമിനെതിരെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതിക്കൊണ്ടായിരിക്കട്ടെ മാഷ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഇതറിഞ്ഞ കമലമ്മ തടയുന്നുണ്ട്. വീണ്ടും മാഷ് അങ്ങനെയൊന്നും ചെയ്യണ്ട, അവൻ നമ്മുടെ മോനല്ലേ, അവനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി, മാഷ് ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് മാഷിനെങ്ങനെ കുറേയധികം തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കമലമ്മ. എന്നാലും മാഷ് മൈൻഡ് ചെയ്യാതെ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്തിൻ്റെ വേദിയും മാഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അച്ഛൻ ഒരിക്കലും വിക്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്. അച്ഛൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്രമിൻ്റെ ശത്രുക്കൾ കൂടെയുള്ളൂ, ശത്രുതയും കൂടെയുള്ളൂ. വിക്രം വീട്ടിലില്ലാത്ത സമയത്ത് ശത്രുക്കൾ വീണ്ടും നമ്മളെ ഉപദ്രവിക്കുകയേ ചെയ്യുള്ളൂ. അത് വീണ്ടും നമ്മുടെ ജീവൻ ആപത്തായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിൻ്റെ വേദ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മാഷിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്.
വേദ എങ്ങനെയെങ്കിലും വിക്രമിനെ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദ. എന്നാൽ വേദയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് തന്നെ മാഷ് ഒരിക്കലും വിക്രമിനെതിരായിട്ടുള്ള ആ ഒരു പരാതി കൊടുക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ ഉണ്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ അപ്കമിങ് എപ്പിസോഡൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.